ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് വി ജി. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഉദയഗിരി ഫോർട്ടിലോട്ടാണ്. ഉദയഗിരി ഫോർട്ട് വരുന്നത് ഇപ്പോൾ കന്യാകുമാരി ഭാഗമാണ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അകത്താണ് ഈ ഫോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോയി നോക്കാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വരും. തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേ ആണിത്. ഈ ഹൈവേ എന്ന് അതായത് ഈ സ്ഥലം വരുന്നത് പുളിയൂർക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പുളിയൂർക്കുറിച്ചി എന്ന സ്ഥലത്ത് നിന്ന് ഈ റോഡ് വഴി ഉള്ളിലോട്ട് ആണ് പോകേണ്ടത് നമ്മുടെ ഫോർട്ട് ഇരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. ഒരാൾക്ക് 20 രൂപ. വീഡിയോ ക്യാമറ ആണെങ്കിൽ 500, സാധാ ക്യാമറയ്ക്ക് 150 ആണ് ചാർജ് ചെയ്യുന്നത്. ഗൈസ്, ഈ ഉദയഗിരി ഫോർട്ടിനകത്തുള്ള കാഴ്ചകളിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗിനി പിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്, നിങ്ങൾ കണ്ടു കാണും. ഇത് എന്നിട്ട് പരുന്തുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ ഈ കുളത്തിന് നടുക്കായിട്ട് അകത്തോട്ടിങ്ങനെ ഇതുപോലുള്ള മണ്ഡപം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊക്കെ അടിപൊളി രസമാണ്, നല്ല രസമാണ് ഇവിടെ. പിന്നെ നമ്മൾ ഇനി ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ എന്തെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ഡിലനോയും ഡിലനോയുടെ വൈഫിൻ്റെയും കുട്ടികളുടെയും ശവക്കല്ലറ അവിടെയുണ്ട്. നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് കുളച്ചിൽ യുദ്ധത്തിൽ ഡിലനോയെ പിടിച്ച് തുറങ്കിൽ, അതായത് ഡിലനോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കോട്ട കെട്ടിയത്. വർഷങ്ങളോളം രാജാവിൻ്റെ തടവുകാരനായിട്ടാണ് ഡിലനോയ് താമസിച്ചത് ഇവിടെ. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നിങ്ങൾക്കെല്ലാം ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അവിടെ എന്തൊക്കെയാണ്, ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്താണ് ഡിലനോയുടെയും ഡിലനോയുടെ വൈഫിൻ്റെയും കുട്ടികളുടെയൊക്കെ ശവക്കല്ലറ വരുന്നത്. അവരെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. ഗൈസ്, ഇത് കണ്ടോ, ഇതാണ് കല്ലറ. പോർച്ചുഗീസുകാരുടെ എംബ്ലമൊക്കെ ഇവിടെ അതിനകത്ത് എൻഗ്രേവ് അവർ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കാഴ്ചകളിലോട്ട് പോവാണ്. ഇവിടുത്തെ ഒരു ആശാൻ കിടക്കണുണ്ടോ, വൾച്ചർ. ഇതിന് ശവന്തീനി എന്നൊക്കെ പറയും. ഇതിൻ്റെ ചുണ്ടും ആ കാലും കൊണ്ട് ഇങ്ങനെ ഹെവി സാധനമാണ്. ഈ മാംസമൊക്കെ പിച്ചി ചീന്തി കഴിക്കാൻ പറ്റിയ എണ്ണത്തിൽ നാച്ചുറലി അതിന് കിട്ടിയിട്ടുള്ള സംഭവമാണ്. നമുക്ക് പോവാം. ഇത് കണ്ടോ ഗൈസ്, റിമെയിൻസ് ഓഫ് ദ മാനുഫാക്ചറിങ് യൂണിറ്റ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ആംസ് ആൻഡ് അമ്യൂണേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് രാജ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വെപ്പൺസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സംഭവമാണ്. എന്താണെന്ന് അറിയില്ല, ഇത് ക്ലിയറായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അവശേഷിപ്പുകളാണ്. നിങ്ങൾ നോക്ക്, ഇത്ര വർഷം മുമ്പാണ്, 1729-നും 1758-നും ഇടയ്ക്കുള്ള സംഭവമാണിത്.
ഇവിടെ നമുക്ക് മുകളിൽ കയറേണ്ട ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് മുകളിൽ കയറാൻ പറ്റില്ല. ഇതേ താഴെ അടച്ചു വെച്ചേക്കാണ്. വിശ്രമിക്കാനുള്ള കല്ല് പോലെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. മൂൺലൈറ്റ് ഷാർക്ക് എന്ന് പറയുന്ന ഒരുതരം ഫിഷാണിത്. ടൈഗർ എന്ന് പറയുന്ന ഒരുതരം ഫിഷാണ്. കൂടുതൽ ഫിഷിനെ കുറിച്ച് എൻ്റെ അനിയനറിയാം. അനിയൻ ഒരുപാട് ഫിഷ് വളർത്തിയിട്ടുണ്ട്. എടാ ഒന്ന് പറഞ്ഞടാ ഇതിനെക്കുറിച്ച്. ഇത് ടൈഗർ ഫിഷ് എന്താണ്, എങ്ങനെയാണ്? ടൈഗർ ഫിഷ് ചെറുതാണെങ്കിലും നല്ല അറ്റാക്കിങ് ടെൻഡൻസി ഉള്ളതാണ്. അത് വീട്ടിലേക്ക് ടെലസ്കോപ്പ് ഫിഷ് ഇട്ടുന്നപ്പോൾ അതിൻ്റെ കണ്ണിനെയൊക്കെ കുത്തി പൊട്ടിച്ചളഞ്ഞു. ഓ, അത്രയ്ക്ക് അഗ്രസീവ് ആണോ? പക്ഷേ സാധനം ചെറുതാണല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. ചെറുതേ ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ ഭയങ്കര അഗ്രസീവാണ്. ഓക്കെ, ആ വരെയുള്ള അല്ലേ ടൈഗർ. ഓക്കെ, അപ്പോൾ ഷാർക്കോ? അതൊക്കെ സാധുവായിട്ടുള്ള ഫിഷാണ്. ബാക്കി ഷാർക്കോ വൈറ്റായിട്ട് കണ്ടത് മൂൺലൈറ്റ് ഷാർക്ക്, അതിൻ്റെ വൈറ്റ് വേർഷൻ. അല്ലാത്തതാണ് മറ്റേ ടൈഗർ ഷാർക്ക്. ഓക്കെ, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു നല്ലൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ എവരിവൺ.